ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പഞ്ചഗ്രന്ഥി. നമ്മളിന്ന് പഞ്ചഗ്രന്ഥിയെപ്പറ്റി ആണ് ധ്യാനിക്കുന്നത്. എന്താണ് പഞ്ചഗ്രന്ഥി? ആരാണ് പഞ്ചഗ്രന്ഥിയുടെ രചയിതാവ്? പഞ്ചഗ്രന്ഥി എന്ന് പറഞ്ഞാൽ വിശുദ്ധ ബൈബിളിലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ ചേർന്ന ആ ഗ്രൂപ്പിന് ആണ് പറയുന്നത് പഞ്ചഗ്രന്ഥി എന്ന്. ആദ്യത്തെ 5 പുസ്തകങ്ങൾ നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകം, ലേവ്യരുടെ പുസ്തകം, സംഖ്യയുടെ പുസ്തകം, നിയമാവർത്തനങ്ങൾ. ഈ പുസ്തകങ്ങളെല്ലാം ചേർന്നതാണ് പഞ്ചഗ്രന്ഥി എന്ന് പൊതുവെ പറയപ്പെടുന്നത്. ഈ പഞ്ചഗ്രന്ഥിയെ സംബന്ധിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ അത് പൊതുവെ വിലയിരുത്തപ്പെടുന്ന ചരിത്രാതീത ചരിത്രമെന്നാണ്. ചരിത്രത്തിന് അതീതമായ ഒരു ചരിത്രമെന്നാണ് അതിനെ വിലയിരുത്തപ്പെടുന്നത്. ചരിത്രാതീത ചരിത്രമായിട്ടാണ് അത് അറിയപ്പെടുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഗ്രന്ഥകർത്താവ് പൊതുവെ ഒരു പാരമ്പര്യമനുസരിച്ച് പറയപ്പെടുന്നത് മോശ എഴുതിയ പുസ്തകങ്ങളാണെന്നാണ്. എന്നാൽ ബൈബിൾ പണ്ഡിതന്മാരിൽ അത് വ്യത്യസ്തമായ അഭിപ്രായമുള്ളവരുമുണ്ട്. കാരണം ചില ഭാഗങ്ങളൊക്കെ മോശ മരിച്ചതിന് ശേഷം എഴുതിയ ഭാഗങ്ങളുള്ളത് കൊണ്ടാവാം അതിന് വ്യത്യസ്തമായ അഭിപ്രായം ബൈബിൾ പണ്ഡിതന്മാരിലുണ്ട്. നമ്മളിത് പഞ്ചഗ്രന്ഥിയെപ്പറ്റി ധ്യാനിക്കുന്നതിന് പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ശരിക്കും പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മുടെ ഉൽപ്പത്തി മുതൽ ജോസഫ് വരെയുള്ള അതേ ജോസഫിൻ്റെ സഹോദരന്മാർ വിൽക്കുന്നതും തുടർന്ന് നമ്മൾ വളരെ കാലത്തേന് ഈജിപ്തിൻ്റെ അടിമത്തത്തിലേക്ക് പോകുന്നതും ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നതിന് വേണ്ടി അതിലെ ചെങ്കടൽ കടന്ന് മരുഭൂമിയിലൂടെ കാനാൻ ദേശത്തേക്കുള്ള വിസ്മയകരമായ യാത്രയെ സംബന്ധിച്ചും തുടർന്ന് സംഖ്യയുടെ പുസ്തകവും ലേവ്യരുടെ പുസ്തകവും നിയമാവർത്തനങ്ങളിലുമൊക്കെ പറഞ്ഞിരിക്കുന്ന അതിവിശിഷ്ടമായ ഏറ്റവും പ്രധാനപ്പെട്ട ചില 1-2 കാര്യങ്ങൾ ധ്യാനിച്ച് നമ്മൾ കടന്നു പോവുകയാണ്. പ്രധാനമായും പറയുമ്പോൾ നമ്മൾ ഇത് എഴുതപ്പെട്ടിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകവും പുറപ്പാട് പുസ്തകവും ലേവ്യരുടെ പുസ്തകവും സംഖ്യയുടെ പുസ്തകവും നിയമാവർത്തനവും എഴുതപ്പെട്ടിരിക്കുന്നത് ഹീബ്രുവിലാണ്. ഹീബ്രുവിൽ ശരിക്കും ഉൽപ്പത്തി എന്നുള്ള വാക്ക് ഹീബ്രുവിൽ പറയുന്ന ബെറോഷിത്ത് എന്നാണ് ഹീബ്രുവിൽ ഉൽപ്പത്തി പുസ്തകത്തിന് പറയുന്നത്. പുറപ്പാട് പുസ്തകത്തിന് പറയുന്നത് ഷെമോത്ത് എന്നതാണ് പുറപ്പാട് പുസ്തകത്തിന് പറയുന്നത്. ലേവ്യരുടെ പുസ്തകത്തിന് പറയുന്നത് വയ്യക്ര എന്നാണ്. സംഖ്യയുടെ പുസ്തകത്തിന് പറയുന്നത് ബെമിക്ക് എന്നാണ്. വീണ്ടും നിയമാവർത്തനങ്ങളുടെ പുസ്തകം എന്ന് പറയുന്നത് ദവറിം എന്നാണ്. അപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെയും അതിലൊരു വ്യത്യസ്തത ഉണ്ടാകാൻ വേണ്ടി ഈ ഹീബ്രു എഴുതിക്കൊണ്ട് ആ ഭാഷയിൽ എഴുതേണ്ടതെന്ന് ഞാനതൊരു പുതുമയ്ക്ക് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ രേഖപ്പെടുത്തിയിരിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. കാരണം ജോസഫിനെ സഹോദരന്മാർ വിറ്റ മൂത്ത സഹോദരൻ്റെ പേര് യൂദ എന്നാണ്. ശരിക്കും എവിടെ ജോസഫ് തിരസ്കരിക്കപ്പെട്ടോ അവിടെ ആ ദേശത്തിൻ്റെ അധിപതിയായി ദൈവം അവനെ ഉയർത്തുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതൊന്ന് തിരിഞ്ഞു നോക്കണം. എവിടെ നമ്മൾ അടിച്ചമർത്തപ്പെടുന്നോ നമ്മുടെ സത്യസന്ധതയും നമ്മുടെ ദൈവിക സാന്നിധ്യവും ദൈവിക സ്വാധീനവും കൊണ്ട് കർത്താവ് നമ്മളെ ഉയർത്തും എന്ന് തിരിച്ചറിഞ്ഞുകൊള്ളണം. അതുകൊണ്ട് നമ്മളുടെ ഉള്ളിലുള്ള ഈ ദൈവിക ജീവനെ നമ്മൾ ഉജ്ജ്വലിപ്പിക്കുകയാണ് വേണ്ടത്. ദൈവിക ജീവനെ നമ്മൾ കരുത്ത് പകരുന്ന രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടത്. ശരിക്കും ഈജിപ്തിൻ്റെ അടിമത്തിനുള്ള മോചനം എന്ന് പറഞ്ഞാൽ പാപത്തോട് വിട പറഞ്ഞുള്ളൊരു വിശുദ്ധമായ ജീവിതമാണ്. പാപത്തിൻ്റെ തിന്മയുടെ നാശത്തിൻ്റെ ഈ പടുകുഴി എന്നുള്ള രക്ഷയ്ക്കയുടെ ഒരു മെസ്സേജാണ് ശരിക്കും പറഞ്ഞാൽ ഈജിപ്തിൽ നിന്നുള്ള മോചനം. ചെങ്കടലിലൂടെ കടന്നു പോകുന്നത് മാമോദിസായുടെ പ്രതീകമായിട്ടാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. മരുഭൂമി യാത്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഒരു അടിത്തറയാണ്. ഈ സഹനങ്ങളുടെയും കഷ്ടതയുടെയും അവൻ്റെ കുരിശിലെ ബലിയുടെ ഐക്യവും ഒരു യഥാർത്ഥ സഹനദാസനായി നമ്മൾ മാറുന്നതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് മരുഭൂമി യാത്രയെ പറയുന്നത്. എന്നിട്ട് കാനാൻ ദേശത്ത് പ്രവേശിക്കുന്നു പറയുമ്പോൾ അത് സ്വർഗീയമായ ഇടമല്ലേ, സ്വർഗത്തിൻ്റെ സാന്നിധ്യമല്ലേ, സ്വർഗത്തിൻ്റെ ഒരു
ഒരു അവസ്ഥയെ സൂചിപ്പിക്കാൻ വേണ്ടി കൂടിയാണത് ഒക്കെ ഒന്ന് വിവരിക്കപ്പെടുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ ഉൽപ്പത്തി മുതൽ നിയമാവർത്തനം വരെയുള്ള പുസ്തകം നമ്മളൊന്ന് വായിക്കുമ്പോൾ നിയമാവർത്തനങ്ങളുടെ പുസ്തകത്തിൽ വീണ്ടും ഈ നിയമം ആദ്യത്തെ അതിന് പുറകോട്ടുള്ള 4 പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന നിയമം ഒരിക്കൽ കൂടെ പല നിയമങ്ങളും ഒന്നുകൂടി ആവർത്തിക്കപ്പെടുന്നുണ്ട്. നിയമാവർത്തനങ്ങൾ എഴുതപ്പെട്ടത് പറയുന്നത് കാനാൻ ദേശത്ത് ഇസ്രായേൽ ജനം പ്രവേശിക്കുന്നതിന് 1 മാസം മുമ്പ് എഴുതിയ പുസ്തകമാണെന്നാണ് അതിനെപ്പറ്റി പറയപ്പെടുന്നത്, ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് ഈ നിയമാവർത്തനങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ നിയമാവർത്തനം 34 അധ്യായങ്ങളാണ് നിയമാവർത്തനത്തിലുള്ളത്. നിയമാവർത്തനങ്ങളിൽ ദൈവവചനത്തെപ്പറ്റി വളരെയേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ നിയമാവർത്തനം 28 1 മുതൽ 14 വരെയുള്ള വചനങ്ങൾ ബൈഹാർട്ടായിട്ട് അറിയാവുന്ന പഠിച്ച പ്രാർത്ഥനയാക്കിയിരിക്കുന്ന അനേകം ആളുകളുണ്ട്. നിൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ വാക്ക് കേട്ട് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടെ നിന്നെ അനുഗ്രഹിക്കും. അവിടുത്തെ വചനം ശ്രവിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയപ്പെടും. നഗരത്തിലും വയലിലും നീ അനുഗ്രഹിതനായിരിക്കും. നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റും അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ തുടർന്ന് കുറേ വചനഭാഗങ്ങൾ അതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് യേശുവിൻ്റെ ഒരു വരവിൻ്റെ മുന്നോടിയായ പല കാര്യങ്ങളുമാണ് ഇതിലൂടെ തുടർന്ന് പറഞ്ഞു പോരുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഉൽപ്പത്തി മുതൽ നിയമാവർത്തനം വരെയുള്ള പുസ്തകങ്ങളിൽ കൂടെയുള്ള ദൈവിക സാന്നിധ്യം നമുക്കുമൊന്ന് തിരിച്ചറിയാം. ഈ വചനം നമ്മൾ മാംസം ധരിക്കാൻ നമുക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ആമേൻ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ.